യഹോവ എൻ്റെ ബലവും എൻ്റെ കീർത്തനവുമാകുന്നു. ദ ലോർഡ് ഈസ് മൈ സ്ട്രെങ്ത് ആൻഡ് മൈ സോങ്. അത് സങ്കീർത്തനം 118:14. ദ ലോർഡ് ഈസ് മൈ സ്ട്രെങ്ത് ആൻഡ് മൈ സോങ്. എൻ്റെ ഗീതമാണ്. അവൻ എൻ്റെ ബലവും എൻ്റെ കീർത്തനവും. നമ്മൾ കർത്താവിൽ ഒത്തിരി അങ്ങ് അടുത്തിരുന്ന് കഴിയുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. കർത്താവിൻ്റെ അടുക്കൽ എന്നും ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഏത് പ്രയാസം കൊണ്ട് എന്നാലും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആദ്യമേ ആവലാതി പ്രയാസങ്ങളൊക്കെ പറയും, പിന്നെ നമ്മൾ പ്രാർത്ഥിക്കും. അതെല്ലാം കഴിയുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ അടുക്കലിരുന്നാൽ കർത്താവ് നമ്മളെ സന്തോഷിപ്പിച്ചേ തിരിച്ചു വിടത്തുള്ളൂ. അത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ അമ്മ ജീവിച്ചിരുന്ന കാലത്തെല്ലാം ഞങ്ങൾ വിഷയങ്ങൾ പല കാര്യങ്ങളെടുത്ത് പ്രാർത്ഥിക്കും. രാത്രി 1 മണി 2 മണി വരെയൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് നോട്ട് ചെയ്തിട്ടുണ്ട്. പ്രാർത്ഥന തീരുമ്പം കർത്താവ് വന്ന് ഞങ്ങൾ രണ്ടുപേരും ഒത്തിരി ചിരിപ്പിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ പറയും ആ സങ്കടം എല്ലാം മാറിയിട്ട് സങ്കടം മാറി സന്തോഷമാക്കുന്ന ഒരു അനുഭവം. അപ്പം കർത്താവിൻ്റെ സന്നിധിയിൽ സംഗീതമുണ്ട്, അവിടെ സമാധാനമുണ്ട്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2:11 തൊട്ടുള്ള വാക്യം നമുക്ക് എടുക്കാം. അതിനു വേണ്ടി ദൈവസന്നിധിയിൽ സന്തോഷ പരിപൂർണതയുണ്ട്. നമ്മൾ ക്രിസ്തുവിലായി കഴിയുമ്പം പുതുസൃഷ്ടിയാണ്. നമ്മൾ പുതുസൃഷ്ടി എന്ന് പറയുമ്പം നമ്മുടെ ഭക്ഷണം തിരുവചനമാണ്. നമ്മൾ പണ്ട് 4 നേരം ഭക്ഷണം കഴിക്കുമ്പം നമുക്ക് നല്ലോണം വണ്ണം വെക്കും. അതേസമയം പക്ഷേ ആത്മാവിലായി കഴിയുമ്പോൾ 4 നേരം ആത്മീയ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമുക്ക് ക്ഷീണം വരും. കാരണം കർത്താവിൻ്റെ ആത്മാവിൻ്റെ ഭക്ഷണം വചനമാണ്. അപ്പോൾ ആ വചനം വന്ന് കഴിയുമ്പം നമുക്ക് പെയ്യന് പാട്ട് വരാൻ തുടങ്ങി. പാട്ട് പാടാൻ കഴിവുള്ളൊരു പാട്ടിങ്ങനെ എഴുതുന്നവർക്ക് ഒരു കൃപയാണ്. പക്ഷേ ഹൃദയം സന്തോഷിക്കുമ്പോൾ ഒരു പാട്ടിങ്ങനെ ദൈവാത്മാവിൽ എഴുതുന്നതാണ്. നമ്മൾ ചിലപ്പോൾ ആത്മാവിൽ സന്തോഷിക്കുന്ന അന്യഭാഷയിലായിരിക്കാം. ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ്. കർത്താവ് പറയുന്നത് കർത്താവ് നമ്മളുടെ വിദ്വേഷത്തിൻ്റെ ആത്മാവിനെ എടുത്തു കളഞ്ഞിട്ട് ദൈവസ്നേഹത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ, നമ്മുടെ ഭാരങ്ങൾ മാറിപ്പോകുമ്പോൾ, നമ്മുടെ സങ്കടങ്ങൾ അവൻ ഏറ്റെടുത്തു പറയുമ്പോൾ നമുക്ക് പിന്നെ സന്തോഷവും കീർത്തനവും പാട്ടുപാടാനുള്ള ബലമാണ്. എഫെസ്യർക്ക് 2:12-13 തൊട്ട് വായിക്കാം. ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു. നമ്മൾ ജാതികളുടെ സ്വഭാവമാണ്. അതായത് ആരേലും വെട്ടെന്ന് മുറി 2 എന്ന് പറഞ്ഞ പോലെ എന്ത് പറഞ്ഞാലും നമുക്ക് ദേഷ്യം വരും. അത് ജാതീക സ്വഭാവമാണ്. ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദന ഏറ്റു പരിച്ഛേദനക്കാരെന്ന് പേരുള്ളവരാൽ അഗ്രചർമ്മക്കാരെന്ന് വിളിക്കപ്പെട്ടിരുന്നു. അതിനെക്കുറിച്ച് അധികം കേൾക്കുന്നില്ല. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരത്വനോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരും ആയിരുന്നു. അതായത് പ്രാകൃത മനുഷ്യനായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നിട്ട് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് അന്യരും ഒരിക്കലും പ്രത്യാശ, അതായത് ഹോപ്പ് പോലും ഇല്ലാത്തവരായിരുന്നു. ഇത് സത്യത്തിൽ ഇത് 2-ാം അധ്യായത്തിൽ എഫെസ്യർക്ക് എഴുതിയിരിക്കുന്നത് യഹൂദന്മാർ പരിച്ഛേദനയേറ്റവരും പരിച്ഛേദനയില്ലാത്ത ജാതികളെയും തമ്മിൽ വിദ്വേഷത്തിൻ്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞ് കർത്താവ് ഒന്നിച്ചാക്കുന്നതാണ് ഈ പുറയിലെ ബാക്ക്ഗ്രൗണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇത് നമ്മളെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇത് നമുക്ക് വേണ്ടി ഉപയോഗിക്കാൻ കർത്താവ് എങ്ങനെയാണ് പഠിപ്പിക്കുന്നതെന്ന് നോക്കാം. നമ്മൾ മുമ്പേ ദൂരസ്ഥരായിരുന്നു നിങ്ങളിപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അപ്പം നമ്മുടെ മക്കളെ വഴിതെറ്റി നടക്കുകയാണ്. അവർക്ക് കുറച്ച് കഴിയുമ്പോൾ വിശ്വാസം പോലെയില്ല, വേദപുസ്തകവും വേണ്ട, ദൈവവും ഇല്ല, സത്യദൈവത്തെക്കുറിച്ച് ആഗ്രഹമില്ല. കാരണം പല ബുക്കുകൾ ലോകത്തിലുണ്ടല്ലോ. അത് നമ്മളൊന്ന് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്ന് വന്നു കഴിയും. അതുപോലെ അന്യ ദേവന്മാരുടെ ഒരു ഇൻഫ്ലക്സ് ഉള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം നമ്മൾ ദൂരസ്ഥരായിട്ട് നമ്മൾ മക്കൾ പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കർത്താവിൻ്റെ അടുക്കൽ ചെന്നിട്ട് ദൂരസ്ഥരായിരുന്ന നിങ്ങളെ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മളെ ദൈവം വാങ്ങിച്ചെടുക്കുകയാണ്. നമ്മൾ ക്രിസ്തുവിൻ്റെ രക്തം അപ്ലൈ ആണ്. ഇപ്പം നമ്മുടെ മക്കൾ വഴിതെറ്റി നടക്കുകയാണെങ്കിലും നമുക്ക് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ നോക്കും. ദൈവമേ, അവർ ചിലപ്പം കള്ളു കുടിച്ചുകൊണ്ടിരിക്കുക, അവർ ഡ്രഗ്സ് അടിക്കാതിരിക്കുക, അല്ലെങ്കിൽ അവർ വഴിതെറ്റിപ്പോൾ അനുസരിക്കാത്തവരായിരിക്കും. കർത്താവേ, നിൻ്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിച്ചുകൊണ്ട് നിൻ്റെ രക്തം എടുത്തുകൊണ്ട് ഞാൻ അവരുടെ മേലേക്ക് ഈ രക്തം ഒഴിക്കുന്നു. പറഞ്ഞു നോക്ക്. എന്നോട് പലരും കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വിവാഹത്തിൻ്റെ ഒരാളെന്നെ വിളിച്ചു, മാഡം അന്ന് പറഞ്ഞ പ്രസംഗത്തിനകത്ത് വചനം അയക്കണമെന്നുള്ളത് എനിക്ക് തലയ്ക്ക് കയറിയെന്ന്. അതൊരു വലിയ സത്യമാണ്. വചനം അയക്കണം. വചനം എടുത്ത് വായിച്ചാൽ മാത്രമേ, ഇത് ഞാൻ എൻ്റെ മകൻ്റെ മേലോട്ട് അയക്കുകയാണ്. നമ്മൾ ആത്മാവിൽ കാണുകയാണ്. കർത്താവിൻ്റെ രക്തം നമ്മുടെ കയ്യിൽ എടുത്തിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലയിലോട്ട് ഒഴിക്കുന്നതായിട്ട് നമ്മൾ മനസ്സുകൊണ്ട് കാണണം.
ഇമാജിനേഷൻ ഹാസ് ഗോട്ട് ഗ്രേറ്റ് പവർ. നമുക്ക് മാത്രമേ ഇമാജിൻ ചെയ്യാൻ കഴിവുള്ളൂ. അപ്പം ദൂരസ്ഥരായി കിടക്കുന്ന മക്കളെ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി കൊണ്ടുവന്ന് അവൻ നമുക്ക് സമാധാനമായിരുന്നു. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായി ന്യായപ്രമാണം എന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിന് നടിച്ചുവർ ഇടിച്ച്. അപ്പം ഈ അഗ്രചർമ്മകളും അഗ്രചർമ്മം അല്ലാത്തവരും തമ്മിലുള്ള വേർപാടിൻ്റെ നടിച്ചുവർ ഇടിച്ച് കളഞ്ഞ് അവരെ ഒന്നിച്ചാക്കാനാണ് യേശു ക്രിസ്തു പരിശ്രമിക്കുന്നത്. ഇവിടെ ചെയ്യുന്നതാണ്, അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പം സത്യവെളിച്ചത്തിൽ നിന്ന് മാറി നിൽക്കുന്ന കുഞ്ഞുങ്ങളെ ക്രിസ്തുവിൻ്റെ രക്തമൊഴിച്ച് കഴുകിയിട്ട് കർത്താവെ അവരുടെ വിദ്വേഷത്തിന് നമ്മൾ നോക്കുമ്പം ദൈവമക്കളുടെ കുഞ്ഞുങ്ങൾ മാറി നിൽക്കുമ്പം അതിൻ്റെ നടുക്കൊരു വലിയ വിദ്വേഷത്തിൻ്റെ ഒരു മതിൽ പൊങ്ങി വരും. ആത്മീയ കോളത്തിൽ നമ്മൾ നോക്കാൻ അറിയാം. പലപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമ്പം കാണുന്നുണ്ട്, വലിയ വലിയ ബ്രിക്സ് കൊണ്ട് അല്ലെങ്കിൽ ഇഷ്ടി കൊണ്ട് മതിലുണ്ടാക്കി വെച്ചിരിക്കുക, അല്ലെങ്കിൽ ഗ്ലാസ് കൊണ്ട്. നമുക്ക് അപ്പുറത്തോട്ട് കിടക്കാനൊക്കത്തില്ല. മക്കളോട് പറയുന്നതൊന്നും അവരുടെ തലയിൽ കയറത്തില്ല. പക്ഷെ കർത്താവ് ഇങ്ങോട്ട് ഒന്നിച്ച് തൻ്റെ കർത്താവ് ഇങ്ങനെ പുഷ്ടി വെച്ച് ഒറ്റ ഇടി ഇടിക്കുമ്പം അത് പൊളിഞ്ഞു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അവർ നമ്മൾ പറയുന്നത് കേൾക്കുകയും ചെയ്ത്. അപ്പം ആത്മീയ കോണത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങളെന്ന് പറയുമ്പം വിദ്വേഷത്തിൻ്റെ നടുച്ചുവരൊരു ഭിത്തി നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും എതിരായിട്ടുണ്ടെങ്കിൽ അതിനെ ഇടിച്ചു നടുച്ചുവരിടിച്ചു കളഞ്ഞ് സമാധാനമുണ്ടാക്കുന്നത് യേശു ക്രിസ്തുവാണ്. അത് എങ്ങനെയാണ്? നമ്മളിൽ ഓരോരുത്തർ ഇരുപക്ഷത്തെയും തമ്മിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏകശരീരത്തെ ദൈവത്തോട് നിരപ്പാക്കുകയാണ്. നമ്മൾ ദൈവത്തിൽ നിന്ന് നിരപ്പാകാതെ നടക്കുന്ന ആരുടെയെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവരുമായിട്ട് നമുക്ക് വീണ്ടും ബന്ധം സ്ഥാപിക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെ രക്തം തളിക്കാതെ സാധിക്കത്തില്ല. വെളിപ്പാടിനകത്ത് പറയുന്നുണ്ടല്ലോ 12:10 എങ്ങനെയാണ് ശത്രു അപവാദി ദൈവമക്കൾക്കെതിരായിട്ട് സദാസമയം കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ രക്തത്താലും കർത്താവിൻ്റെ സാക്ഷ്യവചനത്താലുമാണ് നമ്മൾ ജയമെടുക്കേണ്ടത്. അപ്പം ക്രിസ്തുവിൻ്റെ രക്തത്താൽ അസാധ്യമായിട്ടൊന്നുമില്ല. നമ്മൾ ഒത്തിരി കാര്യം നേടി പണത്തിൻ്റെ ബന്ധനമുള്ളവരുണ്ട്, അതുപോലെ കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതത്തെക്കുറിച്ച് വിഷമിക്കുന്നവരുണ്ട്. നമ്മുടെ മുമ്പിൽ എന്താണ് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതിരിക്കുന്നത്. കർത്താവിൻ്റെ വചനം പറയുന്നത്, നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വാ. ഏത് പ്രശ്നവുമാണെങ്കിൽ കർത്താവിൻ്റെ രക്തം പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കിലേക്ക് കടന്നു വാ. ഞാൻ മതിയായവനാണ്, അവൻ മതിയായവനാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് പറയണം. പിന്നെ നമ്മുടെ കുറ്റം കൊണ്ടാണ് നടക്കാത്തതെന്ന് ചോദിക്കും. കർത്താവ് പറയുന്നത്, ഞാൻ എൻ്റെ രക്തം കൊണ്ട് നിങ്ങളെ കഴുകി ശുദ്ധീകരിച്ചിരിക്കുകയാണ്. കർത്താവിൻ്റെ വലിയതായ ആഗ്രഹം, അവൻ വന്ന് ദൂരസ്ഥരായിരിക്കും നിങ്ങൾക്ക് സമാധാനവും സമീപസ്ഥരാക്കുന്ന സമാധാനം തരുന്നു. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്ക് ഏകാത്മാൻ പിതാവിലേക്ക് പ്രവേശനം. ദൈവത്തിൻ്റെ മുമ്പിലേക്ക്, പിതാവിൻ്റെ മുമ്പിലേക്ക് ക്രിസ്തുവിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് കടന്നു ചെല്ലണമെങ്കിൽ കുഞ്ഞാടിൻ്റെ രക്തമില്ലാതെ സാധിക്കത്തില്ല. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളും വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരും. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതാണെന്ന് നമ്മൾ വിളിച്ചു പറയണം. വേറൊരാൾ പറഞ്ഞിട്ട് ഇത് നടക്കത്തില്ല. അതായത് എനിക്ക് ഉറപ്പ് വരണം, ഞാൻ ദൈവത്തിന് എനിക്ക് ഉറപ്പ് വരണം, ദൈവവും ഞാനുമായിട്ടുള്ള ബന്ധത്തിനകത്ത് എന്തെങ്കിലും നടിച്ചുവർ നിൽപ്പുണ്ടേ എങ്കിൽ കർത്താവിൻ്റെ രക്തത്താൽ അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. എനിക്കിന്ന് അവൻ്റെ ഭവനത്തിലേക്ക് കയറി വരുവാൻ അവകാശമുണ്ട്. അപ്പോഴാണ് ഈ കൃപായുഗം അങ്ങോട്ട് തുറക്കുമ്പോൾ കൃപ ലഭിക്കണമെങ്കിൽ വിനയം വേണം. കൃപ ലഭിക്കണമെന്ന് നമ്മുടെ കഴിവല്ല, തുറന്നു വെച്ചിരിക്കുന്ന ഒരു അനുഗ്രഹം പ്രാപിച്ചെടുക്കാൻ വേണ്ടി നമ്മുടെ മുമ്പിലിരിക്കുന്ന സകല തടസ്സങ്ങളും ക്രിസ്തുവിൻ്റെ രക്തം ഉപയോഗിക്കുമ്പോൾ മാറിപ്പോകും എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിന്നിട്ട് അവൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ പറയുന്നത് എന്താണ്? നമ്മളോട് ദൈവം പറയുന്നത് ഇങ്ങനെയാണ്, ക്രിസ്തുവേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലൻ പ്രവാചകന്മാരെന്ന അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്നു. നമ്മുടെ മൂലക്കല്ല് യേശു ക്രിസ്തുവാണ്. ആ മൂലക്കല്ലേലെ വീട് പണിയാകുന്നു. യഹോവ വീട് പണിയുന്നില്ല എങ്കിൽ പണിയുന്ന വൃഥ അധ്വാനിക്കുന്നു. അപ്പം പണിയേണ്ടത് മൂലക്കല്ലാവുന്ന ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിൽ ഉറച്ചു നിന്നുകൊണ്ട് മുൻപോട്ട് പോകാൻ ദൈവം നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. നമ്മൾ മറ്റുള്ളവരുടെ പ്രയാസം അല്ലെ നമുക്ക് വിശ്വാസക്കുറവെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നമ്മളോട് വ്യക്തമായിട്ടും ദൈവം പറയുന്നത്, കർത്താവിൻ്റെ രക്തത്താൽ കഴുകാൻ വയ്യാത്ത ഒരു ഭാരവും ഒരു ശാപവും ഒരു രോഗവുമില്ല.
അത് വെളിപ്പാടിൻ്റെ 12:10 എടുത്ത് വായിച്ചുകൊണ്ടേയിരിക്കണം. കർത്താവേ, എങ്ങനെയാണ് ഓരോ പ്രയാസങ്ങളും വരും. ഇത് അഗ്രകർമ്മികളും അല്ലാത്തവരും എന്നുള്ള സാഹചര്യത്തിൽ അത് ഉപയോഗിക്കുന്നെങ്കിലും പലപ്പോഴും ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉപയോഗിച്ചിട്ട് കർത്താവിൻ്റെ രക്തം പിടിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ മറ്റുള്ളവരുടെ ആവശ്യത്തിനായിട്ട് കടന്നു ചെല്ലുമ്പം എനിക്ക് ദൈവം പലപ്പോഴും ഉപയോഗമായിട്ട് തന്നിരിക്കുന്ന ഒരു വാക്യമാണ് 12:10. അപ്പോൾ ഞാൻ സ്വർഗത്തിലൊരു മഹാശബ്ദം പറഞ്ഞു കേട്ട്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യം തുടങ്ങി. ഇത് ഫ്യൂച്ചറിനെ കുറിച്ചാണ് പറയുന്നതെന്ന് ചിലർ പറയുന്നു. പക്ഷേ യേശു നമ്മുടെ ഉള്ളിൽ വരുമ്പം വേർ ഈസ് ദ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ, ബിക്കോസ് ടൈം ബിക്കംസ് സ്റ്റിൽ ഇൻ ക്രൈസ്റ്റ്. അതുകൊണ്ടാണ് നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ടു. അവരെങ്ങനെയാണ് രക്ഷപ്പെട്ടത്? അവർ അവൻ്റെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതേയില്ല. ക്രിസ്തു ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയമൊന്നുമില്ല, മരണത്തെക്കുറിച്ച് ഭയമില്ല. കർത്താവിൻ്റെ രക്തമാണ് നമ്മളെ കഴുകിയിരിക്കുന്നതെങ്കിൽ, തലമുറകളെ കഴുകുന്നതെങ്കിൽ, നമ്മുടെ പ്രശ്നത്തിന് മുമ്പിൽ യേശു ക്രിസ്തുവിൻ്റെ രക്തമാണ് പിടിച്ചുകൊണ്ട് നമ്മൾ കടന്നു ചെല്ലുന്നതെങ്കിൽ ഉത്തരം തരാത്ത ഒരു ദൈവമല്ല. കുഞ്ഞാടിൻ്റെ രക്തത്താലും പിന്നെ സാക്ഷ്യവചനം പോലെ നമ്മുടെ സാക്ഷ്യത്തെക്കുറിച്ചല്ല, ക്രിസ്തു നമുക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുകയാണ്. നമ്മളവിടെ ചെന്നിരിക്കുമ്പം യേശു ഇന്ന് പിതാവിൻ്റെ മുമ്പിലിട്ട് ശരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ലേ? നമ്മൾ അന്നൊന്ന് നോട്ട് ചെയ്ത് കിട്ടിയാൽ പോരെ. യേശു പറഞ്ഞു ഞാൻ വഹിച്ചു ഇല്ലേ? നമ്മൾ ചില പാട്ടിനകത്തല്ലേ, ഹീ പെയ്ഡ് ഓൾ മൈ ഡെറ്റ്സ്, അവൻ എൻ്റെ സകല കടങ്ങളും മാറ്റിയെടുത്തിരിക്കുന്നു. ഐ ഓവ് എ ഡെറ്റ് വിച്ച് ഐ കനോട്ട് പേ. എനിക്ക് കൊടുക്കാൻ വയ്യാത്തതായ കടബാധ്യത എനിക്കുണ്ട്. പക്ഷേ ഹീ പെയ്ഡ് ഓൾ മൈ ഡെറ്റ്സ്. ഹീ പെയ്ഡ് ഓൾ ദ ഡെറ്റ്സ് ഓഫ് അവർ ചിൽഡ്രൻ. He paid all the debts of the people, human race. But just come before him with a humble heart. അങ്ങനെയുള്ളപ്പോഴാണ് അവനെല്ലാം അതായത് വലിയ കടമുള്ളവൻ്റെ കടം വീട്ടിയാൽ എങ്ങനെ നമ്മൾ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നൃത്തത്തോടെ സംഗീതത്തോടെ അവൻ്റെ മുമ്പിൽ ചെല്ലായിരിക്കും. പാട്ട് പാടാൻ അറിയാവുന്നവർ സംഗീതത്തോടെ കടന്നില്ല, അല്ലാത്തവർ വചനം കാണാപിടിച്ച് ഉരുവിട്ടുകൊണ്ട് കടന്നില്ല, സന്തോഷമുഖത്തോടെ കടന്നില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥാ, നിൻ്റെ മുൻപിലേക്ക് കടന്നു വരാൻ നീ വിളിച്ചു മാറ്റുമ്പോൾ നിൻ്റെ മുൻപിൽ സന്തോഷ പരിപൂർണതയുണ്ടെന്നാണെന്ന് വചനം പറയുന്നത്. താവേ, ഞങ്ങൾ രാജാവിൻ്റെ കൊട്ടാരത്തിൽ രാജകോലാഹലമുണ്ടെന്ന് പറഞ്ഞതുപോലെ ദൈവമേ, നിൻ്റെ സന്നിധിയിൽ വീഴുമ്പം സംഗീതങ്ങളുണ്ട് കർത്താവേ, അവിടെ സമാധാനമുണ്ട് കർത്താവേ. അത് ആ കീർത്തനവുമായിട്ട് കടന്നു വരാൻ തക്കവണ്ണം നിൻ്റെ വിശുദ്ധ രക്തവും പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ കടന്നു വരുന്നതെങ്കിൽ ഞങ്ങളുടെ മുമ്പിലുള്ള നടിച്ചുവർ എന്താണെങ്കിലും ഏത് ശത്രു ഉണ്ടാക്കി വെച്ചതാണെങ്കിലും അഴിഞ്ഞു പോകട്ടെ അപ്പച്ച. അത് അഴിഞ്ഞു പോയേ ഒക്കത്തുള്ളൂ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, അമ്മയും മക്കളും തമ്മിൽ, കുഞ്ഞുങ്ങളും പിന്നെ കൂട്ടുകാരും തമ്മിൽ, അതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്തെടുക്കുമ്പം പണ്ട് സ്നേഹമായിട്ടിരുന്ന കുടുംബാംഗങ്ങൾ മാറി ഛിദ്രതയോടിരിക്കുന്നിടത്തെല്ലാം കുഞ്ഞാടിൻ്റെ രക്തം ഒഴിച്ചിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. രക്തം കൊണ്ട് കഴുകാൻ വയ്യാത്ത ഒരു പ്രശ്നവും ഇല്ലല്ലോ. ഞങ്ങൾക്ക് വേണ്ടി നീ സാക്ഷ്യം നിൽക്കുകയാണ്. അതെ, അവൻ എൻ്റേതാണ്, ഞാൻ അവനെ കണ്ടു കഴിഞ്ഞിരിക്കുന്നെന്ന് പിതാവിനോട് പറയുമ്പോൾ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നിന്നിൽ കൂടെ ലഭിക്കുന്നതിന് സ്തോത്രം. തലമുറയോട് കരുണ തോന്നുന്ന ദൈവം, ഞങ്ങളോട് കരുണ തോന്നിയ ദൈവം അവരുടെ മേലും ആത്മാവിനെ അയച്ചുകൊണ്ട് പുതുസൃഷ്ടികളാക്കി നിൻ്റെ സ്നേഹം കൊണ്ട് അവരെ നിറച്ചു കഴിയുമ്പം ഈ ഭാരങ്ങളെല്ലാം ചെറുതാകുക അപ്പച്ച. നിൻ്റെ ഭാരങ്ങൾ എൻ്റെ അടുക്കലേക്ക് ഇട്ടുകൊള്ളുക എന്ന് പറയുമ്പോൾ കർത്താവേ, നീ പറഞ്ഞ എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാണെന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് നിൻ്റെ ചുമടും ഞങ്ങളുടെ ഭാരങ്ങളും ചുമടുകളും വേദനകളും നിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ നുവർന്ന് നടക്കട്ടെ അപ്പച്ച. നിങ്ങൾക്ക് സമാധാനവും കീർത്തനവും സന്തോഷവും തന്ന് സന്തോഷ പരിപൂർണതയോടെ നടത്താൻ അവിടുന്ന് മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ അതേ ആ വാതിൽ തുറന്നിരിക്കുന്നിടത്ത് ആ കർത്താവേ, ഞങ്ങൾ അകത്തോട്ട് കയറി നിൻ്റെ ബാങ്ക്വറ്റ് ഹാളിൽ നിൻ്റെ വിരുന്നുശാലയിൽ ഇരുന്ന് ഭക്ഷണം കഴിപ്പാൻ ഞങ്ങളെ തലമുറകളെ അനുവദിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നീ ഉലക സ്ഥാപനത്തിനു മുമ്പേ നീ തീരുമാനിച്ചിരിക്കുന്നതിനാകെ ഞങ്ങൾക്ക് ഒന്നിച്ച് നിൻ്റെ കൂടെ ഇരിക്കാനും ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നിന്നോട് ചേർന്ന് ജീവിപ്പാൻ ഞങ്ങൾക്ക് തരുന്ന ഈ വലിയ ഭാഗ്യത്തിന് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.